ഹായ് സ്റ്റുഡൻസ്, ഡിമാൻഡ് ആൻഡ് യൂട്ടിലിറ്റി ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ നമ്മൾ എന്താണ് ലോ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് കർവ് ആൻഡ് ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്, ഇത്ര വരെയായിരുന്നു നമ്മൾ പാർട്ട് 1 പറഞ്ഞിരുന്നത്. ഇനി ഈ ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ എക്സംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. അതായത് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഹൈ ലെവലിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡ് കുറയും. അതായത് കൺസ്യൂമേഴ്സ് പ്രൊഡക്റ്റ് നല്ല പ്രൈസ് കൂടിക്കൊടുക്കുന്ന സമയമാണെങ്കിൽ അവരതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചേ വാങ്ങുള്ളൂ, അപ്പോൾ ഡിമാൻഡ് കുറയാണ്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അതൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. പക്ഷേ ചില കേസുകളിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡും അതിനനുസരിച്ചിട്ട് കൂടും, പോസിറ്റീവ് റിലേഷൻഷിപ്പായി വരും എന്നാണ് പറയുന്നത്. അതാണ് എക്സംഷൻസ്. അതായത് നമ്മൾ പറഞ്ഞു ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസ് കൂടുമ്പോൾ അതിന് ഡിമാൻഡ് കുറയും, അവിടെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ചില പ്രൊഡക്ട്സും ചില കേസിലും എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൈസ് കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡും കൂടും, പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും അങ്ങനത്തെ എക്സെപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മേ ബി ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസിനോ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസിനോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ എക്സംഷനാണ് ഗിഫൺ ഗുഡ്സ്. അപ്പോൾ ഈ ഗിഫൺ ഗുഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത എക്കണോമിസ്റ്റ് ആരെന്ന് വെച്ചാൽ റോബർട്ട് ഗിഫൺ ആണ്. ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ ഈ ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പ്രൈസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള പ്രൈസ് കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ കേസിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള പ്രൈസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡും കൂടുന്നതാണ്. പക്ഷെ ഒരു കേസിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള പ്രൈസ് കുറയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലുള്ള ഡിമാൻഡും കുറയാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഈ 19th സെഞ്ച്വറിയിൽ ഈ റോബർട്ട് ഗിഫൺ എന്ന് പറഞ്ഞ അയാളൊന്ന് അനലൈസ് ചെയ്യാണ്, നമ്മൾ സറൗണ്ടിങ്സ് ഒന്ന് അനലൈസ് ചെയ്യാണ്. അപ്പോൾ ലാബേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് തുച്ഛമായിട്ടുള്ളൊരു ഇൻകമേ കിട്ടണുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ പൊതുവായിട്ടുള്ളൊരു ഫുഡ് എന്ന് പറയുന്നത് ബ്രെഡാണ്. ഇപ്പോൾ നമുക്ക് റൈസ് എങ്ങനെയാണോ അതുപോലെയാണ് അവർ ഫുഡ് ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലത്ത് ആ ഒരു ബ്രെഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിലോട്ട് ഹൈ ആയി, ബ്രെഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് മേലെ കുതിച്ചു വന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ലാബേഴ്സ് എന്ത് ചെയ്തു? പ്രൈസ് എത്ര ആയാലും കുഴപ്പമില്ല, അവരെ ബ്രെഡ് വാങ്ങാൻ തയ്യാറാണ്. അപ്പോൾ എന്താണ്, അവിടെ പ്രൈസ് കൂടുമ്പോഴും ഡിമാൻഡ് കുറയണില്ല. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുക എന്നായിരുന്നു. പക്ഷെ ഇവിടുത്തെ കേസിൽ ഇതിൻ്റെ എക്സംഷൻസ് എന്ന് പറയുന്നത് പ്രൈസ് കൂടിയപ്പോൾ അവരത് വാങ്ങാൻ തയ്യാറാണ്, ഡിമാൻഡ് കൂടിക്കൊണ്ട് കാണും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യണത്? അതായത് ഇവർക്ക് കിട്ടുന്ന ഇൻകം നിന്ന് ഇവർ ബ്രെഡിന് മുൻതൂക്കം കൊടുക്കുകയാണ്. അത് വാങ്ങിയിട്ട് അവർക്ക് ബാക്കി, അതായത് ആ ബ്രെഡൊക്കെ കൂട്ടിയേക്കാം മീറ്റോ എന്തെങ്കിലും ഇത് സൈഡായിട്ട് വാങ്ങാനുള്ള ഫണ്ട് അവരുടെ കയ്യിലില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ ബ്രെഡ് മാത്രം വാങ്ങുകയാണ്. പക്ഷെ ഒരു കേസിൽ ഈ ഒരു ബ്രെഡിൻ്റെ എമൗണ്ട്, അതായത് ബ്രെഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് ഡിക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ആവും. അപ്പോൾ അവരെന്ത് ചെയ്യും? ബാക്കി എന്തായാലും ബ്രെഡ് വാങ്ങുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള എക്സ്പെൻസ്ഡ് ആയിട്ടുള്ള സൈഡ് ഡിഷസ് ഒക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ എന്താ പറയുക എക്സംഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എക്സംഷൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തത് ഗുഡ്സ് ഹാവിങ് പ്രസ്റ്റീജ് വാല്യൂ അല്ലെങ്കിൽ വെബ്ലൻ എഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ വെബ്ലൻ എഫക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത എക്കണോമിസ്റ്റ് ആണെന്ന് വെച്ചാൽ തോസ്റ്റീൻ വെബ്ലൻ ആണ്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിന് എത്ര പ്രൈസ് ആയാലും കുഴപ്പമില്ല, അത് വാങ്ങാൻ ആൾക്കാർ ഓക്കെയാണ്. അപ്പോൾ ഇത് എന്തിൻ്റെ മേലിലാണ്? ഒരു സ്റ്റാറ്റസ്, ഇപ്പോൾ നമ്മൾ റിച്ച് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആപ്പിൾ, ഐഫോൺ, ഇപ്പോൾ ഐഫോണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് ഹൈ ലെവലിലാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ആൾക്കാരത് വാങ്ങാൻ റെഡിയാണ്. കാരണം നമ്മുടെ സറൗണ്ടിങ്സ്, മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ നമ്മുടെ സ്റ്റാറ്റസ് ഒരു ഹൈ ലെവലിലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ള ആൾക്കാരുടെ മുമ്പേ നമ്മൾ ഇത്ര വലിയ ആളാണ്, ഒരു ഗമ കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു എന്താ പറയുക വെബ്ലൻ എഫക്റ്റ്. ആൾക്കാർ ഇത്രത്തോളം പ്രൊഡക്റ്റൊക്കെ വാങ്ങാൻ റെഡി ആവുന്നത്.
ഇപ്പോൾ ഗേൾസിൻ്റെ കേസിലാണെങ്കിൽ ഗോൾഡ്, ജ്വല്ലറി, ലക്ഷറി, ഡയമണ്ട്സ് ഇങ്ങനത്തെ ഒക്കെ വാങ്ങിക്കണം. എന്താ, മറ്റുള്ള സ്ത്രീകളെ കാണിക്കാനാണ്. മറ്റുള്ളവരെ കാണിച്ചിട്ട് എന്താണ്, സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ, സ്റ്റാറ്റസ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അവർ എത്രത്തോളം ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് കൂടുകയാണെങ്കിലും അത് വാങ്ങാൻ റെഡി ആവണത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീടുകളിൽ ആർട്ടുകൾ ഉണ്ടാവും, പെയിൻറ്റുകളൊക്കെ ഉണ്ടാവും. ചില പെയിൻറ്റൊക്കെ 1 lakh വരെ റുപ്പീസ് വരുന്നുണ്ട്. പക്ഷെ ഇത് ആൾക്കാർ വാങ്ങാൻ റെഡിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ വാങ്ങാൻ റെഡിയാണ്. കാരണം അവരിതൊരു പ്രൗഡായിട്ടാണ് കാണുന്നത്. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ സ്റ്റാറ്റസ് എന്താന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത്രയും ലക്ഷറി പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ അവരുടെ സ്റ്റാറ്റസ് എന്തായി മാറാണ്, ഒരു വെൽ ഡെവലപ്ഡായി മാറാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ എന്ന് പറയുന്നത് നെസസറീസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഗുഡ്സ് ആവാം, മരുന്നാവാം, അല്ലെങ്കിൽ പച്ചക്കറി ആവാം, അങ്ങനത്തെ എന്തായിക്കോട്ടെ. പച്ചക്കറി, മരുന്ന്, പിന്നെ ഒരു സാധാ വസ്ത്രം, അങ്ങനത്തെ ഒക്കെ ഒരു നെസസറീസ്, ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം മരുന്നായിക്കോട്ടെ, പച്ചക്കറി ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് എത്ര പ്രൈസ് നമ്മൾ കൂടുകയാണെങ്കിലും ഇതിൻ്റെ ഡിമാൻഡ് കൂടുകയുള്ളൂ. കാരണം മെഡിസിൻ ആയിക്കോട്ടെ, കാരണം നമുക്ക് മെഡിസിൻ കഴിച്ചാലേ നമ്മളെ രോഗം മാറുള്ളൂ. അപ്പം മെഡിസിൻ എത്ര റേറ്റ് ആയാലും അത് വാങ്ങാൻ നമ്മൾ നിർബന്ധിതരാണ്. കാരണം അത് നമുക്ക് വാങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പ്രൈസ് കൂടുമ്പോൾ അതിന് ഡിമാൻഡ് കൂടുന്നുണ്ട്. നാലാമത്തത് ഇഗ്നോറൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ മേലുള്ള പ്രൈസ് എന്ന് പറയുമ്പോൾ അത് നല്ല രീതിക്ക് ഇൻക്രീസ് ആണ്. അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ പോകുമ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് ഹൈ ലെവലിലേക്കാണ്. പക്ഷെ അത് വേറൊരു മേ ബി ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് നല്ല രീതിക്ക് 500 എന്നുള്ളത് 1000 ഇട്ടിരിക്കുന്നത്. പക്ഷേ അത് വേറെ അതിന് തൊട്ടടുത്തുള്ള ഷോപ്പിൽ മേ ബി എത്ര കാര്യം ഈ 500 ജസ്റ്റ് 600 ആയിരിക്കും. പക്ഷെ നമ്മൾ എന്താണ് അത് ഇഗ്നോർ ചെയ്യുക. നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്ര ആയാലും കുഴപ്പമില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, എത്ര ആയാലും കുഴപ്പമില്ല, നമ്മളിത് വാങ്ങാൻ വില്ലിങ്നെസ് ആണ്, അല്ലെങ്കിൽ എബിലിറ്റി ടു ബൈ ആണ്, നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അതിന് ഡിമാൻഡ് കൂടുതന്നെയാണ്. കാരണം നമ്മൾ ഇഗ്നോർ ചെയ്യാണ്, എത്ര എമൗണ്ട് ആവുന്നു, നമ്മളതിനെ അവർമൈൻഡ് ചെയ്യാണ്. അപ്പോൾ അതാണ് ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. 4 സ്പെക്കുലേറ്റീവ് എഫക്റ്റ്, അതായത് പ്രൈസ് ചേഞ്ച്. അത് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്വർണത്തിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇന്നത്തെ നമ്മുടെ സ്വർണത്തിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് 83 ആ ഒരു എമൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പം എന്താണ്, എമൗണ്ട് നല്ല രീതിക്ക് കൂടിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, ഫ്യൂച്ചറിലോട്ടും ഇതിലേറെ ആവും. അതായത് ഫ്യൂച്ചറിൽ ഇപ്പം 83 ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ മേ ബി 1 lakh എബവ് ആവും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആൾക്കാരൊക്കെ ഈ ഒരു ടൈമിൽ സ്വർണം പർച്ചേസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിനെയാണ്. അപ്പോൾ എന്താ, ഇവിടെ പ്രൈസ് കൂടുണ്ട്, പ്ലസ് ഡിമാൻഡും കൂടുണ്ട്. കാരണം ഇപ്പം 83 ഉള്ളൂ, ഫ്യൂച്ചറിലാകുമ്പോൾ അത് 1 lakh ആവും. അപ്പോൾ അത്രത്തോളം ഫണ്ട് നമ്മൾ ഒരു പവനെ 1 lakh അറിയുമ്പോൾ എന്താ, ഇപ്പം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു 15,000 നമുക്ക് ലാഭമായിട്ട് കിട്ടും. പക്ഷെ ഫ്യൂച്ചറിലാണെങ്കിൽ ആ ഒരു 15,000 നമുക്ക് ലോസാണ് വരുന്നത്. അപ്പം അത് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ആൾക്കാർ വാങ്ങും. അപ്പോൾ ഇവിടെ പ്രൈസ് കൂടിയാലും ഇതിന് ഡിമാൻഡ് കുറയണില്ല. ഈ സ്വർണത്തിൻ്റെ കേസിന് ഡിമാൻഡ് കുറയണില്ല. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് സ്പെക്കുലേഷൻ എഫക്റ്റ്. 5ാമത് ഫിയർ ഓഫ് ഷോർട്ടേജ്. ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ കൊറോണ സീസണിലൊക്കെ നമുക്ക് എന്താണ് ഈ പലചരക്ക് സാധനങ്ങളൊക്കെ വളരെ രീതിക്ക് ഷോർട്ടേജ് ആയിരുന്നു. കാരണം അങ്ങനത്തെ പയറ്, വൻപയർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനോ അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ലായിരുന്നു. കാരണം കൊറോണ അല്ല, കോവിഡ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കയറ്റുമതി അയക്കാനോ ഇങ്ങോട്ട് വരുത്താനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ എന്തുണ്ട്, അപ്പോൾ ഈ ആൾക്കാർ ഫുഡ് കിട്ടൂല എന്നുള്ളൊരു ഭയം കാരണം അവരെന്ത് ചെയ്തു, ഓൾറെഡി എന്ത് ചെയ്തു, എക്സ്ട്രാ ഓരോ സാധനങ്ങളും വാങ്ങി ബൈ ചെയ്ത് വീട്ടിൽ വെക്കും. അപ്പോൾ ഈ കോവിഡ് സീസണിലൊക്കെ പലചരക്ക് നല്ല റേറ്റ് ആയിരുന്നു. കാരണം സാധനം കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ഹൈ ലെവലിലുള്ള പ്രൈസ് ആയിരുന്നു ഓരോ സാധനത്തിൻ്റെ മേലും ഈടാക്കേണ്ടത്. അപ്പോൾ ഈ ആൾക്കാരത് വാങ്ങാൻ റെഡിയാണ്. കാരണം ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതും കൂടി കിട്ടൂല വിചാരിച്ചിട്ട് ഇവരെന്താണ്, എത്ര പ്രൈസ് കൊടുത്താലും അത് ബൈ ചെയ്യാൻ അവർ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് പിന്നെ വേറൊരു എക്സംഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ബ്രാൻഡ് ലോയാലിറ്റി. അതായത് ഈ ചില പേഴ്സൺസിനൊക്കെ അവർക്ക് ഒരു ബ്രാൻഡ് ഉണ്ടാവും
അതായത് ഇവർക്ക് ഇന്ന ബ്രാൻഡ് മാത്രമേ പറ്റുള്ളൂ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സവാന, H&M, സാറ, അങ്ങനത്തെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു പേഴ്സണ് ഇപ്പോൾ ഒരു സവാന എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അവർക്ക് ഇഷ്ടം, അതായത് അവർക്ക് പക്ക പെർഫെക്റ്റ് ആണ്, അവർ എല്ലാവരും ഓക്കെ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ വീണ്ടും ആ ഒരു ബ്രാൻഡിനെ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം, ലൈക്ക് ആ ഒരു ബ്രാൻഡിൽ അവിടുത്തെ ഏത് പ്രൊഡക്റ്റിനും എത്ര റേറ്റ് കൂടിയാലും അയാൾക്ക് കുഴപ്പമില്ല. കാരണം അയാൾ എന്താ പറയുക, പ്രൈസ് അല്ല അവിടെ നോക്കുന്നത്, കംഫർട്ടാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ എത്ര പ്രൈസ് ആയാലും കുഴപ്പമില്ല, അതിന് ഡിമാൻഡ് കൂടിക്കൊടുക്കുക, കാരണം വാങ്ങാൻ ആൾക്കാരുണ്ട്. അപ്പോൾ പ്രൈസ് കൂടിയാലും ഡിമാൻഡ് കൂടുമെന്നാണ് ബ്രാൻഡ് ലോയാലിറ്റിയിൽ പറയുന്നത്. നെക്സ്റ്റ്, ദ ഗുഡ്സ് വിച്ച് ആർ ഔട്ട് ഓഫ് ഫാഷൻ. അത് പറയുമ്പോൾ ഇപ്പോൾ ഒരു കാലത്ത് ഫാഷനിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രസ്സ്, ഇപ്പോൾ ഫസ്റ്റൊക്കെ ഈ സ്കിന്നി പാൻസ് ഒക്കെ നല്ല രീതിക്ക് ഫാഷനിലായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ബാഗി പാൻസിലോട്ടായി നമ്മളെ ഫാഷന്. അപ്പോൾ ഈ സ്കിന്നി ഫാഷൻ്റെ ആ ഒരു അതിൻ്റെ ആവശ്യക്കാരെന്ത് ചെയ്തു, കുറഞ്ഞു, അതിന് ഡിമാൻഡ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താണ്, പ്രൈസും കുറഞ്ഞു. ഇവിടെ പ്രൈസ് കൂടിക്കാണ്ട് ഡിമാൻഡ് കുറഞ്ഞൊക്കെയല്ല, ഇവിടെ പ്രൈസ് കുറഞ്ഞപ്പോൾ അല്ല ഡിമാൻഡ് കുറഞ്ഞപ്പോൾ അതിൻ്റെ പ്രൈസ് കുറഞ്ഞു. അതാണ് 8ാമത്തത്. 9ാമത്തത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ മാരേജ് എക്സെട്ര. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഫെസ്റ്റിവലോ മാരേജോ എന്നൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഓരോ സീസൺ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൈസിൻ്റെ കേസ് വരിക. അത് എത്ര പ്രൈസ് ആയാലും ഡിമാൻഡ് ആൾക്കാരുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് മാരേജ് ഒരു വലിയൊരു സംഭവമാണല്ലോ. അപ്പോൾ അത് എത്ര പ്രൈസ് കൊടുത്താലും അവരെന്ത് ചെയ്യും, അത് എത്ര പ്രൈസ് അവർ ഈടാക്കുകയാണെങ്കിലും അതിന് ഡിമാൻഡിലെ ആൾക്കാർ കൂടുതലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡിൻ്റെ എക്സംഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ബൈ.